Next, let us see what are the disadvantages of concrete. ഏതൊരു മെറ്റീരിയലിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും കാണും ഡിസ്അഡ്വാൻറ്റേജസും കാണും. അപ്പോൾ കോൺക്രീറ്റിനും നമ്മൾ 10 അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്തു, അതോടൊപ്പം തന്നെ അതിനൊരു 6 ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. The first disadvantage is it is weak in tension. Concrete is weak in tension. Now, concrete has a second advantage is it has a tendency to shrink. Next, concrete structures are heavy in weight. Concrete structures weight വളരെ കൂടുതലാണ്. Next disadvantage, its coefficient of expansion is large, which leads to crack in large concrete structures. Large coefficient of expansion. കോൺക്രീറ്റിന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്താണ് ഫോർമേഷൻ ഓഫ് ക്രാക്സ്. വലിയ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ ക്രാക്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കൂടുതലായിട്ട് കോൺക്രീറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് കാരണം ക്രാക്സ് ഉണ്ടാവാം. വലിയ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലാണ് ഈ ക്രാക്സ് ഒക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. നോ, കോൺക്രീറ്റ് നീഡ്സ് മോർ ടൈം ടു ക്യൂർ ആൻഡ് ഡെവലപ്പ് ദ നീഡഡ് സ്ട്രെങ്ത്. More time required to cure and develop strength. കോൺക്രീറ്റ് ക്യൂർ ചെയ്യാനും അതിന്റെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ സമയം വേണം. The last disadvantage is concrete once cracked cannot be repaired. Once cracked cannot be. കോൺക്രീറ്റ് ഒരിക്കൽ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിപ്പയർ ചെയ്ത് എടുക്കാൻ സാധിക്കില്ല. So these are the disadvantages of concrete. These are the disadvantages of concrete. Now let us see what are the ingredients. നമ്മൾ ആദ്യമേ പറഞ്ഞു കോൺക്രീറ്റ് എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന പ്ലാസ്റ്റിക് എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്, എന്ത് മിക്സ് ചെയ്ത് ഹാർഡൻ ആക്കുമ്പോഴാണ് കോൺക്രീറ്റ് കിട്ടുന്നത്. വി മേക്സ് പോർട്ട്ലൻഡ് സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്സ് ആൻഡ് വാട്ടർ. ബേസിക്കലി ഈ 4 ഇൻഗ്രീഡിയൻസ്. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും ഡിസൈഡ് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ ആഡ് മിക്സ്ചേഴ്സും കൂടെ ആഡ് ചെയ്യും. സോ കോൺക്രീറ്റിന്റെ 5 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? സിമെന്റ് കോൺക്രീറ്റിന്റെ 5 ഇൻഗ്രീഡിയൻസ് ആണ് പോർട്ട്ലൻഡ് സിമെന്റ്, fine aggregates, coarse aggregates, water and admixtures. Now let us see each of these ingredients in detail. First one, Portland cement. First ingredient, Portland cement. The first ingredient is Portland cement. Portland cement. നമ്മൾ പഠിച്ചതാണ് Portland cement നെ പറ്റി. Cement is the most important constituent of concrete. Lime was used as a cementing material till cement was invented. Nowadays, majority of the cement concrete work in building construction is done with ordinary Portland cement. So Portland cement or OPC. OPC is the major component. OPC is the major component of concrete. OPC ക്ക് പകരം വേറെ ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? Other types of cement such as high alumina cement, rapid hardening cement are also used under certain circumstances.
നമ്മൾ പഠിച്ച പല ടൈപ്സ് ഓഫ് സിമെന്റ് ഉണ്ട്. നമുക്ക് വേണ്ട പ്രോപ്പർട്ടി അനുസരിച്ച് വേറെ ടൈപ്പ് ഓഫ് സിമെന്റും യൂസ് ചെയ്യാം. The cement should meet the standard requirements as in IS 456 2000. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. IS 456 2000. So IS 456 2000 എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിനകത്തുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന സിമെന്റ് മീറ്റ് ചെയ്യണം. Now second ingredient is fine aggregates. ഈ fine aggregates എന്താണ്? Fine aggregates are those most of which pass through 4.75 mm ISC. Passing through 4.75 mm ISC. അതിലൂടെ പാസ് ചെയ്യുന്നതാണ് ഫൈൻ അഗ്രിഗേറ്റ്സ്. അതായത് സാൻഡ്. Sand is the principal form of fine aggregates. Sand is the major form of fine aggregates. ഇനി fine aggregates എന്ത് സ്റ്റാൻഡേർഡ് ആണ് മീറ്റ് ചെയ്യേണ്ടത്? IS 383 970. IS 383 1970 സ്റ്റാൻഡേർഡ്സ് ആണ് ഫൈൻ അഗ്രിഗേറ്റ്സ് മീറ്റ് ചെയ്യുന്നത്. They are important constituent of concrete and helps to increase the volume of concrete. Fine aggregates increases volume increase ചെയ്യുന്നു, reduces cost. ഫൈൻ അഗ്രിഗേറ്റ്സ് ഉണ്ടെങ്കിൽ കോൺക്രീറ്റിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, കോസ്റ്റ് കുറയുകയും ചെയ്യും. It helps in strength adjustment. Helps in strength adjustment. ഫൈൻ അഗ്രിഗേറ്റിന്റെ പ്രൊപ്പോർഷൻ വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതായത് അതിന്റെ പ്രൊപ്പോർഷൻ ഉദ്ദേശിക്കുന്ന പ്രൊപ്പോർഷൻ വിത്ത് സിമെന്റ്. ഒരു പാർട്ട് സിമെന്റിന് എത്ര പാർട്ട് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്സ് എടുക്കുന്നോ ആ പ്രൊപ്പോർഷൻ വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് വേരി ചെയ്തെടുക്കാം. Then fine aggregate should be hard, strong, sharp, angular and chemically inert. അത് എന്തായിരിക്കണം? Chemically inert, hard ആയിരിക്കണം, strong, sharp and angular. Strong, sharp. ഇതെല്ലാം നമ്മൾ സാൻഡിനകത്ത് പഠിച്ചതാണ്. Sand should be or fine aggregate should be chemically inert. It should be hard, strong, sharp and angular. The third constituent or third ingredient is coarse aggregate. Coarse aggregate എന്ന് പറയുന്നത് they are retained in 4.75 mm ISC. Coarse aggregates follow ചെയ്യുന്ന കോഡാണ് IS 383 1970. Coarse aggregates are those which are retained in 4.75 mm ISC. Coarse aggregates ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് crushed stone ഉം natural gravel. Crushed stone ഉം natural gravel. അതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Crushed stone or natural gravel. Crushed stone or natural gravel ആണ് coarse aggregate ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോമൺ മെറ്റീരിയൽസ്. അതോടൊപ്പം വേറെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, കോൾ ആഷ്, കോക്ക് ബ്രീസ് എക്സെട്ര.
blast furnace slag, breeze, coke breeze or coal ash. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, കോക്ക് ബ്രീസ് ഓർ കോൾ ആഷ്. ഇത് മൂന്നും നമ്മൾ ചില സമയത്ത് കോഴ്സ് അഗ്രിഗേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യും. വെൻ വി നീഡ് ലൈറ്റ് വെയിറ്റ് ആൻഡ് ഇൻസുലേറ്റിംഗ് കോൺക്രീറ്റ് ഓഫ് ലോ സ്ട്രെങ്ത്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ലൈറ്റ് വെയിറ്റ്, ഇൻസുലേറ്റിംഗ് ആൻഡ് ലോ സ്ട്രെങ്ത് ഉള്ള വേണ്ട കേസസിലാണ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗോ കോക്ക് ബ്രീസോ കോൾ ആഷോ യൂസ് ചെയ്യുന്നത്. ഫോർ മോസ്റ്റ് വർക്ക്സ് 20 mm aggregate is suitable. Then when there is no restriction to flow of concrete into sections, 40 mm or larger size may be permitted. 20 mm size ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്ലോ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തപ്പോൾ 40 mm or larger size യൂസ് ചെയ്യും. 40 mm or larger size ഫ്ലോ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തപ്പോൾ യൂസ് ചെയ്യും. ഫ്ലോ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത കേസസിൽ 40 mm ലാർജർ സൈസോ ഉള്ള അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യും. Then coarse aggregates are the main load bearing components. They are main load bearing components. Coarse aggregates are the major load bearing components. Next is water. അടുത്ത ingredient എന്താണ്? Water. So water acts as lubricant for aggregates and they act chemically with cement to form the binding paste. So water acts as lubricant with aggregate. Then they act chemically with cement. Water acts chemically with cement to form binding paste. സിമെന്റുമായിട്ട് കെമിക്കലി ആക്ട് ചെയ്ത് അഗ്രിഗേറ്റ്സിനും റീഇൻഫോഴ്സ്മെന്റിനും വേണ്ടിയുള്ള ബൈൻഡിങ് പേസ്റ്റ് വാട്ടർ ഫോം ചെയ്യും. Water is used for mixing of constituents of concrete and for curing the concrete after it has been cast into the forms. Water എന്തിനൊക്കെ യൂസ് ചെയ്യും? For mixing of constituents. Water എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? Mixing of constituents. Mixing of constituentsന് വാട്ടർ യൂസ് ചെയ്യും. പിന്നെ ക്യൂറിങ്ങിന് യൂസ് ചെയ്യും. വാട്ടർ വേറെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോൺക്രീറ്റിനെ നമുക്ക് വേണ്ട ഫോമിൽ കാസ്റ്റ് ചെയ്തതിന് ശേഷം ക്യൂറിങ്ങിന് വാട്ടർ യൂസ് ചെയ്യും. കോൺക്രീറ്റ് നമുക്ക് ആവശ്യമായ ഫോമിൽ കാസ്റ്റ് ചെയ്തതിന് ശേഷം ക്യൂറിങ്ങിന് വേണ്ടി നമ്മൾ വാട്ടർ യൂസ് ചെയ്യും. പിന്നെ അഗ്രിഗേറ്റ്സിനെ വാഷ് ചെയ്യാനും യൂസ് ചെയ്യും. Then potable waters are generally considered satisfactory for mixing and curing. Then portable water ആണ് suitable ആയിട്ട് ഉള്ളത്. മിക്സിങ്ങിനും ക്യൂറിങ്ങിനും portable water ആണ് suitable. Now the fifth and last component is admixtures. Admixtures. So it is defined as a material other than normal constituent used as an ingredient of concrete and is added to batch immediately before or during mixing to give certain improved qualities of a changing different physical properties in its fresh or
harden stage. It is so admixture എന്ന് പറഞ്ഞാൽ എന്താണ്? They are ingredient of concrete added to the batch immediately before or during mixing. Added immediately before or during mixing. മിക്സിങ്ങിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ മിക്സിങ്ങിന്റെ സമയത്തോ കോൺക്രീറ്റിൽ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നോർമൽ ഇൻഗ്രീഡിയൻസിനെ ഉപേക്ഷിച്ച് വേറെ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെയാണ് ആഡ് മിക്സ്ചേഴ്സിനെ വിളിക്കുന്നത്. ടു ഗിവ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റീസ്. എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ടു ഗിവ് ഇംപ്രൂവ്ഡ് കോൺക്രീറ്റിന് ഇംപ്രൂവ്ഡ് ക്വാളിറ്റീസ് കൊടുക്കാനും ഓർ ഫോർ ചേഞ്ചിങ് physical properties in its fresh or hardened state, or for changing physical properties in fresh or hardened states. So ഇതിനു വേണ്ടിയാണ് നമ്മൾ ആഡ് മിക്സ്ചേഴ്സ് ആഡ് ചെയ്യുന്നത്. സോ ആഡ് മിക്സ്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇംപ്രൂവ് ആവും, ലൈക്ക് സ്ട്രെങ്ത്, ഹാർഡ്നെസ്, വർക്കബിലിറ്റി എക്സെട്ര, ആൻഡ് മേ ചേഞ്ച് ദ സെറ്റിംഗ് ടൈം. സോ സെറ്റിംഗ് ടൈം ചേഞ്ച് ആവാം, സ്ട്രെങ്ത്, ഹാർഡ്നെസ്, വർക്കബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ആവാം ആഡ് മിക്സ്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ. സാധാരണമായി യൂസ് ചെയ്യുന്ന ആഡ് മിക്സ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആലം, അലൂമിനിയം സൾഫേറ്റ്, ബേരിയം ഓക്സൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, കോൾ ആഷ്, അയൺ ഓക്സൈഡ്, ലൈം, പൊട്ടാഷ്യം ക്ലോറൈഡ് എക്സെട്ര. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൈം, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, അലൂമിനിയം സൾഫേറ്റ്, ആലം, സോ ഇതൊക്കെയാണ് സാധാരണമായി യൂസ് ചെയ്യുന്ന ആഡ് മിക്സ്ചേഴ്സ്. നമുക്ക് വേണ്ട പ്രോപ്പർട്ടി അനുസരിച്ച് സൂട്ടബിൾ ആഡ് മിക്സ്ചേഴ്സ് ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട പ്രോപ്പർട്ടി അനുസരിച്ച് ആഡ് മിക്സ്ചേഴ്സ് ഏതാണോ വേണ്ടത് അത് ഓരോ പ്രോപ്പർട്ടിയും തരുന്ന ആഡ് മിക്സ്ചർ നോക്കി വേണം കോൺക്രീറ്റിൽ ആഡ് ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. Grades of concrete. As per IS 456/2000, 15 grades of concrete designated as M10, M15, M20, M25, M30, M45, M30, M35, M40, M45, M50, M5, M60, M65, M70, M55, M60, M65, M70, M75 and M80. ഇത്രയും ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ആണ് ഉള്ളത്. ഇതിനകത്ത് എം കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. എം എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ മിക്സ്. എം റെഫേഴ്സ് ടു ദ മിക്സ് and the number specified and the number to the specified compressive strength. നമ്പർ എന്താണ്? specified compressive strength. അതായത്
150 mm സൈസ് ഉള്ള ക്യൂബിന് ക്യൂബ് ഉണ്ടാക്കിയതിന് ശേഷം 28 days സ്ട്രെങ്ത് ആകുമ്പം ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് ക്യൂബ് 28 days കണ്ടുപിടിക്കുന്ന കംപ്രസീവ് സ്ട്രെങ്ത് വെച്ചിട്ടാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പറയുന്നത്. The characteristic strength is defined as the strength of material below which no more than 5% of test results are expected to fail. നമ്മൾ characteristic commercial strength എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾസിന്റെ 5%-ല് മാത്രമേ നമ്മൾ ഈ പറയുന്ന കംപ്രസീവ് സ്ട്രെങ്തിനേക്കാളും താഴോട്ടുണ്ടാകത്തുള്ളൂ. നമ്മൾ എടുക്കുന്ന സാമ്പിളിൽ 5%-നകത്തുള്ള സാമ്പിൾസിന് മാത്രമേ ഈ പറയുന്ന കംപ്രസീവ് സ്ട്രെങ്തിനേക്കാളും കുറച്ച് കംപ്രസീവ് സ്ട്രെങ്ത് വരും. RCCക്ക് യൂസ് ചെയ്യുന്നത് M20 ആണ്. മിനിമം ഗ്രേഡ് RCC ഉണ്ടാക്കാനുള്ള മിനിമം ഗ്രേഡ് എന്ന് പറയുന്നത് M20 ആയിരിക്കും. ഈ സ്പെസിഫൈഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിളിന്റെ 5%-നകത്തുള്ള സാമ്പിൾസ് നമ്മൾ ഈ പറയുന്ന സ്പെസിഫൈഡ് കംപ്രസീവ് സ്ട്രെങ്തിനേക്കാളും കുറച്ച് കംപ്രസീവ് സ്ട്രെങ്ത് കാണിക്കും. സോ 95% ഓഫ് ദ സാമ്പിളിലും പറയുന്ന സ്പെസിഫൈഡ് കംപ്രസീവ് സ്ട്രെങ്ത് തന്നെയായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. സോ ആ കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂനെയാണ് കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് വിളിക്കുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? 150 mm സൈസ് ഉള്ള ക്യൂബ്സ് കാസ്റ്റ് ചെയ്തിട്ട് അതിനെ 28 days ആകുമ്പോൾ കാസ്റ്റ് ചെയ്തതിന്റെ 28 days കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. സോ ഈ 28 days എടുക്കുന്ന കംപ്രസീവ് സ്ട്രെങ്തിനെ ബേസ് ചെയ്താണ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് പറയുന്നത്. ഈ ഓരോ ഗ്രേഡിനകത്തും വരുന്ന നമ്പർ എന്ന് പറയുന്നത് 28 day കംപ്രസീവ് സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യും. And is expressed in Newton per mm square. So M15 mix എന്ന് പറഞ്ഞാൽ M15 മിക്സിന്റെ 28 day കംപ്രസീവ് സ്ട്രെങ്ത് 15 Newton per mm square ആയിരിക്കും.